അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദീനയിലെ വളരെ മനോഹരമായ ഒരു ഈത്തപ്പഴ തോട്ടത്തിലാണുള്ളത്. നമുക്ക് നിങ്ങൾ ഈന്തപ്പഴ മരത്തിൻ്റെ പ്രത്യേകത. ഒരിക്കൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, മോമിനായ മനുഷ്യനോട് ഉപമിക്കാൻ പറ്റുന്ന ഒരു വൃക്ഷം ഉണ്ട്, നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കാം. അപ്പോൾ സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലഞ്ചെരിവുകളിലുള്ള പല വൃക്ഷങ്ങളിലേക്കൊക്കെ ഞങ്ങളുടെ ചിന്ത പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രമുഖരായ സ്വഹാബത്ത് നിൽക്കവെയാണ് നബി തങ്ങളുടെ ഈ ചോദ്യം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് നഖ്ലയാണ്, ഈത്തപ്പഴമാണ്, മറ്റൊന്നുമല്ല. ആ ഈത്തപ്പഴത്തിലെ ഒരു സാധനം പോലും കളയാനില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഓരോ വസ്തുക്കളും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനിനെ ഉദാഹരിക്കുക. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ വസ്തുക്കളും അതേപോലെ തന്നെയാണ്. അവനിൽ നിന്ന് ഒന്നും തന്നെ കളയാനില്ല. അവന് പരിപൂർണമായി പ്രതിഫലം നൽകപ്പെടുന്നതാണ്, മറ്റുള്ളവർക്ക് കൂടി പ്രയോജനം ചെയ്യപ്പെടുന്നതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ പക്ഷികളുടേതാകുന്ന കളകൂജനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കണ്ടില്ലേ, ആ തോട്ടത്തിനുള്ളിൽ നമുക്ക് കാണാൻ പോലും പറ്റില്ല, ചെറിയ പക്ഷികളുണ്ട്. അതിൽ നിന്ന് സംരക്ഷണാർത്ഥമായിട്ടാണ് ഇവർ പാകമാകുന്ന ഈത്തപ്പഴങ്ങളൊക്കെ ഇതേപോലെ ചാക്കിൽ കെട്ടി പൊതിഞ്ഞ് വച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ജൂൺ മാസമാണ്. ജൂൺ മാസത്തിൻ്റെ അവസാന വാരത്തിലാണുള്ളത്. അത് കഴിയുമ്പോൾ ഇനി അടുത്ത മാസങ്ങളിലൊക്കെ ആയി, ലാസ്റ്റും അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ആയിട്ട് ഈന്തപ്പഴത്തിൻ്റെ വിളവെടുക്കും, അതിൻ്റെ സമയം അടുത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ഈ വിഷയമൊക്കെ ഉത്ബോധിച്ച് അവസാനം അത് ഈന്തപ്പഴമാണെന്ന് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഉപ്പയാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനോട് സദസ്സൊക്കെ പിരിച്ചിട്ട് പോകുമ്പോൾ പറഞ്ഞു, എനിക്ക് യഥാർത്ഥത്തിൽ ഈത്തപ്പഴമാണെന്ന് മനസ്സിലുണ്ടായിരുന്നു, പിന്നെ ഞാനത് മിണ്ടാതിരുന്നതാണ്. തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ മഹത്തുക്കളുണ്ടല്ലോ, കിബാറും പിന്നെ സ്വഹാബയുണ്ട്, അവർക്കിടയിൽ വെച്ചുകൊണ്ട് സംസാരിക്കൽ അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വർത്തമാനം പറയാതിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കുണ്ട്, മകനാകുന്ന നീ അത് നബിതങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പറയലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനം. കാരണം തൻ്റെ മക്കൾ അറിവുള്ളതാണ് എന്ന് മറ്റുള്ളവർക്ക് മുന്നിലൊന്ന് എത്തിക്കുക ഒരു വാപ്പയുടെ ഏറ്റവും വലിയ സന്തോഷമാണല്ലോ. ഇങ്ങനെ ഒരു സംഭവം ഹദീസിൽ നിന്ന് ഓർത്തെടുത്തിട്ട് ഞാൻ പറഞ്ഞതാണ്. അൽഹംദുലില്ലാഹ് ഈത്തപ്പഴ തോട്ടത്തിൽ വന്നു നമ്മുടെ റുഹബയാൻ കുടുംബങ്ങളുമൊക്കെ നമുക്കെല്ലാവർക്കും ഇവിടെ വരാനും അതുപോലെ തന്നെ ഈ തോട്ടങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും. ഇതൊക്കെ അജ്വ ആലിയ, ഏറ്റവും കൂടിയ ഈത്തപ്പഴമാണ്. ആലിയ ഭാഗത്തുള്ള ഈത്തപ്പഴത്തിനാണ് ഏറ്റവും വലിയ മാർക്കറ്റ്. ഇന്നും അത് വില എപ്പോഴും 60-70 ആ റേഞ്ചിലായിരിക്കും, 50-ന് മുകളിലായിരിക്കും. 50 റിയാലിന് മുകളിലാണ് ഒരു കിലോയ്ക്ക് തന്നെ വില ഉണ്ടാവുക. അതേസമയത്ത് 10 റിയാലിനെയും 15 റിയാലിനെയും 20 റിയാലിനെയൊക്കെ അജിയുടേതാകുന്ന മാർക്കറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ ആലിയ എന്ന് പറയുന്ന ഭാഗത്തുള്ള ഏറ്റവും കൂടിയ ഈത്തപ്പഴം അജ്വ, അതെപ്പോഴും ഒരു കൂടുതൽ തന്നെയാണ്. അത്തരത്തിലുള്ളതാകുന്ന വില കൂടിയിട്ടുള്ളതാകുന്ന ഈത്തപ്പഴമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അല്ലാഹു നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ കാണുവാനും അല്പം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ മൻ തസബ്ബഹ ബിസബ്ഇ അജ്വാത്തിൻ, ആരെങ്കിലും 7 അജ്വ കൊണ്ട് ആരെങ്കിലും പ്രഭാതത്തിലായാൽ അത് കഴിച്ചാൽ അവന് തീർച്ചയായും എല്ലാ വിഷം തീണ്ടുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ മാരണങ്ങൾ ഏൽക്കുന്നതിനെക്കുറിച്ചൊക്കെ പരിപൂർണമായ കാവലുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത്തരത്തിൽ പരിപൂർണമായി ഏറ്റവും വലിയ ബറക്കത്തുള്ളതാകുന്ന ഒരു ഈത്തപ്പഴം കൂടിയാണ് അജ്വ എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.